നജീബ്ക്ക, ഞാൻ MBA ചെയ്തത് കാനഡയിൽ നിന്നാണ്. MBBS പിന്നെ UK അങ്ങനെ തുടങ്ങിയിട്ടുള്ള പുറം രാജ്യങ്ങളിൽ നിന്നാണ് ഞാൻ ചില ഡിഗ്രീസൊക്കെ കഴിഞ്ഞത് എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഡിസൈനിങ് അല്ലെങ്കിൽ ഒരു പിന്നെ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഞാൻ റഷ്യയിൽ നിന്നാണ് എന്നുള്ളത് അന്ന് നജീബ്ക്ക ഒരു കാഷ്വൽ ടോക്കിൽ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര വണ്ടർ അടിച്ചു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കേൾക്കുന്നത്. സോ ഞാൻ ചോദിക്കണം എന്താ വെച്ചാൽ വൈ റഷ്യ എന്നുള്ളൊരു ചോദ്യമുണ്ട്. രണ്ടാമത്തെ ഒരു സംഭവം മേ ബി ചിലപ്പോൾ ഞാൻ അന്നൊക്കെ ഓർത്ത സംഗതി എന്താ വെച്ചാൽ മേ ബി നിങ്ങളെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ അത്യാവശ്യം ഫിനാൻഷ്യലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ആവാം. പിന്നെ വേറെ നമ്മളെ നാട്ടിലൊക്കെ പൊതുവെ ഇനി നമ്മുടെ നാട്ടിൽ സ്കോപ്പ് ഇല്ലാന്നുണ്ടെങ്കിലും ബോംബെ, ന്യൂഡൽഹി ഇങ്ങനെയൊക്കെ പിന്നെ സ്പേസിൽ നിന്നാണ് ചിലപ്പോൾ മേ ബി ഡിസൈനിങ് കാര്യങ്ങളൊക്കെ പഠിക്കലും. അപ്പോൾ യെസ്, ബാക്ക് ടു റഷ്യ. എന്തുകൊണ്ടാണ് നിങ്ങൾ റഷ്യ ചൂസ് ചെയ്യാനുള്ള കാര്യം? ഞാൻ അന്ന് പിന്നെ ഒരു ഗ്രാഫിക് ഡിസൈനർ ആവാനല്ലായിരുന്നു പ്ലാനിങ്. ഓ, അത് ശരി. അപ്പം പിന്നെ ഇല്ലസ്ട്രേഷൻ, കോമിക്സ്, 2D ആനിമേഷൻ, ഈ ടോം ആൻഡ് ജെറി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരുന്നു എൻ്റെ ഒരു എന്താ പറയുക ഒരു പ്ലാനും പിന്നെ ആഗ്രഹം, പാഷനും ഉണ്ട്. പിന്നെ അങ്ങനെ പിന്നെ ഞാൻ ഇവിടെയുള്ള കുറച്ച് ഫൈൻ ആർട്സ് കോളേജുകളിൽ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ജെ ജെ സ്കൂൾ ഉണ്ട് ബോംബെയിൽ, ഭയങ്കര ഫേമസാണ് ബോംബെയിൽ. ഭയങ്കര ഒരു വെൽ നോൺ. ഇപ്പോഴുള്ള പഴയ മഹാരാഷ്ട്ര CM ഉദ്ധവ് താക്കറെയൊക്കെ അവിടെ പഠിച്ചത്. ഉദ്ധവ് താക്കറെ ഒരു നല്ല ഗ്രാഫിക് ഡിസൈനറാണ്. അപ്പോൾ ജെയിലാണ് എനിക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായത്. പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ ട്രിവാൻഡ്രം ഫൈൻ ആർട്സ് കോളേജ്. അതിൻ്റെ ഇടയിൽ പിന്നെ ചെന്നൈയിലുള്ള പിന്നെ ഗവൺമെൻറ് ഫൈൻ ആർട്സ് കോളേജ്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു എൻ്റെ താല്പര്യം. അപ്പോൾ അവിടുന്ന് ഇല്ലസ്ട്രേഷൻ പഠിച്ചിട്ട് വല്ല മാസികയിൽ കയറിയിട്ട് ഇല്ലസ്ട്രേറ്റർ ആവുക. ഇനി ഭാഗ്യത്തിന് ആനിമേഷൻ അന്ന് പഠിക്കാൻ സ്കോപ്പ് ആകെ പൂനെയിലേ ഉണ്ടായില്ലോ, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പോൾ അതിൽ ഒട്ട് ഞാനത് സൈഡിലെ പഠിക്കാന്നൊക്കെ ഉള്ള ഒരു ധാരണയിലായിരുന്നു. പിന്നെ കമ്പ്യൂട്ടറിന്റെ യുഗം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതൊക്കെ 90s-ലോ അതോ 89-90 പീരീഡ്. അപ്പോൾ ഞാൻ കരിയർ പ്ലാൻ ചെയ്യുന്നു. വീട്ടിൽ ഭയങ്കര എതിർപ്പൊക്കെ ഉണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് യാതൊരു വിധ സപ്പോർട്ടും ഇല്ല, കുറവായിരുന്നു. തീരെ ഇല്ല എന്നല്ല, പിന്നെ കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ കുറച്ച് റിലേറ്റീവ്സ് സപ്പോർട്ട് ചെയ്തിരുന്നു, എൻകറേജ് ചെയ്തിരുന്നു. പിന്നെ എൻ്റെ മാഷുണ്ട് പോൾ കല്ലാനോട് എന്ന് പറഞ്ഞിട്ട്, പോൾ മാഷ് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്തിരുന്നു. പിന്നെ ഒരു 2-3 അങ്കിൾമാരും എൻകറേജ് ചെയ്തിരുന്നു, റിലേറ്റീവ്സൊക്കെ. എനിവേ, അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുമ്പോൾ ഞാൻ ചെന്നൈയിലുള്ള പിന്നെ കോളേജ് ഓഫ് ആർട്സിൻ്റെ പിന്നെ പ്രോസ്പെക്ടസ് വാങ്ങാൻ വേണ്ടിയിട്ട് ചെന്നൈ പോയി. അങ്ങനെ കുറച്ച് കാലം അതിൻ്റെ ഇടയിൽ വീട്ടിൽ നിന്ന് ഭയങ്കര നിർബന്ധം, നീ ജേർണലിസം പഠിക്കണം, കാരണം എനിക്ക് എഴുതാനൊരു ഫ്ലെയർ ഉണ്ട്. അപ്പോൾ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ആരോ പറഞ്ഞു കൊടുത്തു വരിക, ഇവൻ നന്നായിട്ട് ഇംഗ്ലീഷിൽ എഴുതുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർ പറഞ്ഞു. അപ്പോൾ പിന്നെ വീട്ടുകാർ അത് തലയിൽ കയറിയിട്ട് നീ ജേർണലിസ്റ്റ് ആയാൽ മതിയാവുന്നൊക്കെ. അപ്പോൾ ഞാൻ ഇവരെങ്ങനെ പിടിച്ചിർത്തി ഞാൻ ജോയിൻ ചെയ്യുക എന്തായാലും നോക്കാമെന്നുള്ള പറഞ്ഞിട്ട് പിന്നെ അവിടെ ചെന്നൈയിലേക്ക് പോയി. ചെന്നൈയിൽ പോയിട്ട് ഒരു ദിവസം പിന്നെ പ്രോസ്പെക്ടസ് ചെന്നൈ കോളേജിൽ നിന്ന് വാങ്ങി. പ്രോസ്പെക്ടസ് വാങ്ങിയപ്പോൾ അവിടുന്ന് ആരോ പറഞ്ഞു ഇങ്ങനെ ഒരു ആർട്ട് എക്സിബിഷൻ ഉണ്ട്. അങ്ങനെ ഈ ആർട്ട് എക്സിബിഷൻ കാണാൻ പോയി. അപ്പോൾ അവിടെ ഉണ്ട് കുറച്ച് സായിപ്പ്മാരൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. ഞാൻ ചെറിയ ചെക്കല്ല, അപ്പോൾ പെയിന്റിങ്സ് ഒക്കെ കാണാൻ ഒരു സായിപ്പൊക്കെ വന്നിട്ട്, അപ്പോൾ ഈ സായിപ്പിനോട് ഞാൻ പോയിട്ട് ചോദിച്ചു, അതായത് നജീബ്ക്ക ചെയ്ത പെയിന്റിങ്സ് അല്ല ഇത് വേറെ കുറച്ച് ആർട്ടിസ്റ്റുകളുടെ പെയിന്റിങ്സ്. ഓക്കെ. അപ്പോൾ ഗാലറിൻ്റെ പേരൊന്നും ഓർമ്മയില്ല. അങ്ങനെ ഞാൻ അവിടെ ഉള്ള ആ സായിപ്പിനോട് ചോദിച്ചപ്പോൾ അയാൾ റഷ്യക്കാരനാണ്, കുറച്ച് ഇംഗ്ലീഷും സംസാരിക്കുക. അയാൾ കോൺസുലേറ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അയാളോട് ഞാൻ അങ്ങനെ പറഞ്ഞു എനിക്ക് ഫൈൻ ആർട്സ് പഠിക്കാൻ താല്പര്യമുണ്ട്, റഷ്യയിൽ വല്ല ഒപ്പുണ്ടോ അപ്പോൾ അയാൾ പറഞ്ഞു ഇങ്ങനെ ഒരു മോസ്കോ സ്റ്റേറ്റ് ഫൈൻ ആർട്സ് അക്കാഡമി ഉണ്ട്, നല്ല അക്കാഡമിയാണ്, അവിടെ ഇല്ലസ്ട്രേഷനും ഗ്രാഫിക് ആർട്ടൊക്കെ പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതിൻ്റെ അഡ്രസ്സും പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ സഹായത്തോട് കൂടിയിട്ട്, അവിടെ ഉള്ളൊരു ഫ്രണ്ടിൻ്റെ സഹായത്തോട് കൂടിയിട്ട് വിസ ഒപ്പിച്ച്. പിന്നെ അവിടെ MBBS പഠിക്കുന്ന
ഫ്രണ്ട്സ് ഉണ്ട് അവിടെ ചെന്നൈയിൽ നിന്നുള്ള. അപ്പോൾ അവർ എനിക്കൊരു പിന്നെ ഈ സ്റ്റുഡൻസിൻ്റെ ട്രാൻസിഷനുള്ളൊരു വിസ ഉണ്ട്. അപ്പം അതിനുള്ള ഇൻവിറ്റേഷനും ആർട്ട് സ്കൂളിൽ പോയി സംസാരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അത് എനിക്ക് ഒരു ഇൻവിറ്റേഷൻ വന്ന് വിസ അടിച്ചു. അപ്പോൾ അത് വേറൊരു കാര്യമുണ്ട്. ആ ടൈമിൽ പിന്നെ യു കെ പോകാനൊരു ചാൻസ് ഉണ്ടായിരുന്നു. നല്ലൊരു കോളേജിൽ തന്നെ, സറിയിൽ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ട് സ്കൂളാണ്. നമ്മളൊരു കുറച്ച് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള എനിക്ക് ഡിസ്റ്റൻ്റ്, ഉമ്മക്ക് കസിനാണ്. പിന്നെ അവർ സഹായിക്കാം, അവർ ഫീസ് പേ ചെയ്തോളാം, അവരെ കൂടെ നിന്നാൽ മതി എന്നെല്ലാം പറഞ്ഞിട്ട് ലണ്ടനിലുള്ള ഒരു പ്രോസ്പെക്ടസ് അയച്ചെന്നു. പക്ഷെ എന്താ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് പിന്നെ ഭയങ്കര ഫീസാണ്. എനിക്കറിയാത് പഠിച്ചു കഴിഞ്ഞാൽ ആസ് എൻ ആർട്ടിസ്റ്റോ ഗ്രാഫിക് ആർട്ടിസ്റ്റോ ഇത് അടക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടെന്നുള്ള ഭയങ്കര ഒരു ബാധ്യത ആണ്. പിന്നെ ആർട്ടിസ്റ്റുകൾ അധികം പൈസ ഉണ്ടാക്കുന്നില്ല. പിന്നെ അത് എനിക്ക് വ്യക്തമായ ഇത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ ഫീൽഡിലെത്തിയത്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പേടിയൊന്നുമില്ല, ഫിനാൻഷ്യലി സക്സസ് ആവോ ഇല്ലേന്നൊന്നും. അപ്പം പിന്നെ എനിവേ അവിടുത്തെ ഓപ്ഷൻ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഈ റഷ്യ ഞാൻ വീട്ടിൽ പുഷ് ചെയ്യാൻ തുടങ്ങി. പിന്നെ വീട്ടുകാർ അങ്ങനെ ഒരു പിന്നെ സാമ്പത്തികമായിട്ട് ഒന്നും ഇതല്ല, ഒരു വളരെ സാധാരണ മിഡിൽ ക്ലാസ് ആണ്. അപ്പം അങ്ങനെ കുറച്ച് റിലേറ്റീവ്സും ആൾക്കാരൊക്കെ പൈസ ഒക്കെ തന്ന് അങ്ങനെ കടമൊക്കെ മേടിച്ച് അങ്ങോട്ട് പോയി. പിന്നെ എന്നിട്ട് അവിടെ എത്തി. പിന്നെ അവിടുത്തെ ആദ്യത്തെ കൊല്ലം റഷ്യൻ ലാംഗ്വേജാണ് പഠിക്കേണ്ടത്. പിന്നെ കമ്പോസിഷനുകളാണ് പഠിക്കേണ്ടത്. ഈ ആർട്ട് എങ്ങനെ കമ്പോസ് ചെയ്യണം അവിടെ എത്തിയിട്ടാണ് ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ. അവിടെ ലാംഗ്വേജ് കമ്പൾസറിയാണ്. അപ്പം ഞാൻ അവിടെ 5 കൊല്ലത്തെ കോഴ്സും ഉണ്ട്, 3 കൊല്ലത്തെ കോഴ്സും ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ 3 കൊല്ലത്തെ കോഴ്സാണ് എടുത്ത്. അത് ഗ്രാഫിക് ആർട്ട് ഫോക്കസ് ചെയ്തിട്ട്, പിന്നെ ഇല്ലസ്ട്രേഷനും ഫോക്കസ് ചെയ്തിട്ട്. അപ്പം പിന്നെ അവിടുന്ന് പിന്നെ റഷ്യൻ ഭാഷ അത്യാവശ്യം കൈകാര്യം ചെയ്യാനൊക്കെ പഠിച്ച്. പിന്നെ കുറച്ച് വായിക്കാൻ നന്നായിട്ട് അറിയാം, ചിലത് മനസ്സിലാവും ചിലത് മനസ്സിലാവില്ല. ഇപ്പോൾ കുറേ മറന്നുപോയി, പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ അപ്പോൾ അത് കൂടാണ്ട് കമ്പോസിഷനുകൾ എങ്ങനെയാണ് കമ്പോസ് ചെയ്യുക, കളർ തിയറി, പിന്നെ അനാട്ടമി, പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് പഠിച്ചത്. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു സെനിത്തിൻ്റെ ക്യാമറ വാങ്ങിയിട്ട് 35mm, അത് ദുബായിൽ നിന്ന് എനിക്കൊരാൾ തന്നതാണ്. അപ്പം ഞാൻ റഷ്യയിൽ പോകുന്നതിന് മുന്നേ ദുബായിൽ കുറച്ച് ദിവസം പോയി നിന്നിരുന്നു. അത് ഒരു അങ്കിള് കാരനാണ്. പുള്ളി പറഞ്ഞു നീ ദുബായ് വഴി പോയിക്കോ, ഞാൻ നിനക്ക് വിസ അയച്ചുതരാം. അങ്ങനെ പോയതാണ്. അപ്പം പിന്നെ അപ്പോൾ ഒരാൾ എനിക്കൊരു ET 120 നല്ലൊരു ക്യാമറ, അത് 35mm ഫിലിമാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫ്സ് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഫോട്ടോഗ്രാഫിയും കുറച്ച് പഠിച്ച് അങ്ങനെ ഓരോന്നും ചെയ്യാണ്. അപ്പം പിന്നെ അവിടെ കമ്പോസിഷൻ, അത് കഴിഞ്ഞിട്ട് ഇല്ലസ്ട്രേഷൻ, ഗ്രാഫിക് ആർട്ട്, ഇതെല്ലാമാണ് പഠിച്ചത്. 3 കൊല്ലം കഴിഞ്ഞ് ഇത് കിട്ടിയപ്പോൾ പിന്നെ 4ാമത്തെ കൊല്ലം അവിടെയുള്ള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആനിമേഷന് ജോയിൻ ചെയ്തു. 2D ആനിമേഷൻ. അത് അതിൻ്റെ പേര് വിഗിക് എന്നാണ്. ആനിമേഷനും പ്രൊഡക്ഷൻ ഡിസൈനും. അപ്പോൾ 2D ആനിമേഷൻ, പഴയ ടോം ആൻഡ് ജെറി, ബക്സ് ബണ്ണി എന്നെല്ലാം പറഞ്ഞിട്ടുള്ള കാർട്ടൂണുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് വരച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, ഓരോ ഫ്രെയിമുകളും. അപ്പോൾ പിന്നെ അങ്ങനെ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അങ്ങനെ അതും പഠിച്ച്. അങ്ങനെ ഞാൻ അത് പഠിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ച് ഇനി ഒരു ആനിമേറ്റർ ആവാം. പിന്നെ അങ്ങനെ അതായിരുന്നു എൻ്റെ ഗോള്. ഞാൻ ഗ്രാഫിക് ഡിസൈൻ അത് മാത്രം ഫോക്കസ് ചെയ്ത് പോയതല്ല. ഇല്ലസ്ട്രേഷൻ, കോമിക്സ് ചെയ്യാൻ പറ്റണം, 2D ആനിമേഷൻ ചെയ്യാൻ പറ്റണം. ഇതിലാണ് എൻ്റെ ഒരു ഫ്യൂച്ചർ എന്നുള്ള ധാരണയിലാണ് ഞാൻ അവിടുന്ന് പഠിച്ചിറങ്ങിയത്. അങ്ങനെ പിന്നെ ഇവിടെ വന്ന് എവിടെയും പണി കിട്ടിയില്ല, ആരും വിളിക്കില്ല, ഒന്നുമില്ല, സ്കോപ്പും ഇല്ല എന്നുള്ള മനസ്സിലായി. നാട്ടിൽ വന്നപ്പോൾ കോയമ്പത്തൂർ, ചെന്നൈ, ബോംബെയിലൊക്കെ അന്വേഷിച്ച്. അപ്പോൾ അവിടെ 2D ആനിമേഷൻ വളർന്നില്ല. പിന്നീട് വലിയ കമ്പനീസൊക്കെ വന്നിട്ടോ. ഒരു 2003-2004 ഒക്കെ ആകുമ്പോൾ വമ്പൻ കമ്പനികൾ വന്നു ഇവിടെ. ടൂൺസ്, വാർണർ ബ്രദേഴ്സ് ഒക്കെ ഇവിടെ വന്ന് ഇവിടുന്ന് കീ ഫ്രെയിം ആർട്ടിസ്റ്റുകൾ ഹയർ ചെയ്തിട്ട് ആനിമേഷനുകൾ ഉണ്ടാക്കാൻ തുടങ്ങി 2D. അപ്പോൾ പക്ഷേ ഞാൻ കുറച്ചൊന്ന് ഇതായി. അങ്ങനെ ഞാൻ വിചാരിച്ച് ദുബായി പോയിട്ടൊന്ന് അന്വേഷിച്ച് നോക്കാം. പിന്നെ അപ്പോൾ ഉണ്ടല്ലോ ഒരു ആനിമേഷൻ പ്രോ എന്നോ ആനിമേറ്റർ പ്രോ എന്ന് പറഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്.
അപ്പോൾ അത് കുറച്ച് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് കയ്യിൽ കമ്പ്യൂട്ടർ ഇല്ല. പിന്നെ അപ്പോൾ ഞാൻ എന്താക്കി പിന്നെ ഞാൻ വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് ദുബായി പോകാമെന്ന്. അപ്പോൾ നമ്മളൊരു റിലേറ്റീവ് ഉണ്ട്, പിന്നെ പുള്ളി ഒരു ഭയങ്കര ക്യാരക്ടർ, കേരളം അറിയേണ്ട ഒരു ക്യാരക്ടർ. പുള്ളിൻ്റെ പേര് ഫാദറെ മദറെ അകന്ന റിലേറ്റീവാണ്. അബ്ദുള്ള സുബൈർ എന്നാ പേര്. അബ്ദുള്ള സുബൈർ. പുള്ളി വൻ ഏജൻസികളുമായിട്ട് കണക്ഷൻ ഉണ്ട്, എല്ലാ ബിഗ് നെറ്റ്വർക്ക് ഏജൻസികളായിട്ട്, മിഡിൽ ഈസ്റ്റിലുള്ളോ ഇന്ത്യയിലുള്ളോ. പുള്ളി FCB എന്ന് പറഞ്ഞിട്ട് ഫുഡ് കോൺ ആൻഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏജൻസി ഉണ്ട്. ഈ FCB ഇന്ത്യയിൽ വരാൻ കാരണം പുള്ളിയും പുള്ളീൻ്റെ ഫ്രണ്ട്സുമാണ്. അവരാണ് ഫിനാൻസ് ചെയ്തത്. അത് ഭയങ്കര കമ്പനി, FCB കണക്ട് എന്നെല്ലാം പറഞ്ഞിട്ട് വലിയ കമ്പനിയാണ്, അമേരിക്കൻ കമ്പനിയാണ്. അപ്പോൾ എനിവേ ഇതൊന്നും എനിക്കറിയില്ല, പുള്ളി ഇത് പറഞ്ഞിട്ടുമില്ല. പുള്ളീനെ നാട്ടിൽ കാണുമ്പോൾ പിന്നെ പുള്ളി ഒരു മുണ്ടും കുർത്തയും ഒരു ദിവസം കണ്ണൂർ സ്റ്റേഷനിലെ ഒരു ദിവസം കണ്ടപ്പോൾ പിന്നെ പുള്ളി ഒരു കുർത്തയും മുണ്ടും ഒരു സദാ ചെരുപ്പ്, ഒരു സഞ്ചി, തുണിൻ്റെ സഞ്ചിയും പിടിച്ചിട്ട് ഞാനിങ്ങനെയൊക്കെയാണ് കണ്ടത് പുള്ളീനെ. പിന്നെ അവിടെ എവിടെയും കല്യാണത്തിനൊക്കെ കാണും, അപ്പോഴൊക്കെ ഒരു സിമ്പിൾ കുർത്തി മുണ്ടും ഒക്കെയാണ്. പക്ഷെ എല്ലാവരും പറയും മൂപ്പര് ഭയങ്കര അവിടെ ഭയങ്കര എന്നെല്ലാം പറയും. പക്ഷെ ഞാൻ നേരിട്ടറിയുന്നത് അങ്ങനെ ഞാൻ ദുബായിലെത്തി. പിന്നെ എനിക്കൊരു വിസ കിട്ടി, അങ്ങനെ ഞാൻ ദുബായി പോയി. പിന്നെ ദുബായി പോയപ്പോൾ ആദ്യത്തെ 2-3 ആഴ്ച ഇല്ലസ്ട്രേഷനും ആനിമേഷനും ജോബ് അന്വേഷിച്ചിട്ട് എവിടെ എത്തിയില്ല. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇയാളൊന്ന് പോയി കാണും, നീ സുബൈറിനൊന്ന് പോയി കാണും, എന്തായാലും കാണണം. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് ഒരിക്കൽ കണ്ട്, ഞാൻ ദുബായിൽ വരുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ പുള്ളീനെ കാണാൻ പോയി. അപ്പോൾ പുള്ളി അന്നത്തെ ഏറ്റവും വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രിൻറ്റിങ് പ്രസ്, പാക്കേജിങ്ങിൻ്റെ പ്രസ്, ഇങ്ങനത്തെ കുറേ ബിസിനസ്സുകളുണ്ട് പുള്ളിക്ക്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ഞെട്ടിപ്പോയി. പുള്ളി സൂട്ടിലാണ് അവിടെ, പിന്നെ നല്ല ഭയങ്കര സ്മാർട്ടായിട്ട് നല്ല ഐറ്റൊക്കെയുള്ള മനുഷ്യനാണ്. അപ്പോൾ പിന്നെ നല്ല സൂട്ടൊക്കെ ഇട്ടിട്ട് ഒരു കറുപ്പ് മേഴ്സഡീസ് അവിടെ വന്ന്, അതും അന്നത്തെ ലേറ്റസ്റ്റ് ഭയങ്കര വില കൂടിയ, എനിക്കൊന്ന് 600 സീരീസിലുള്ള മേഴ്സഡീസ് ആണ്. എന്നിട്ട് അതിൽ വന്ന് അവിടെ ഇറങ്ങി. പിന്നെ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് അവിടുത്തെ സെക്രട്ടറി തന്ന, അയാളെ ഓഫീസിൽ പോയിട്ടാണ്. അപ്പോൾ തന്ന് അങ്ങനെ ഞാൻ ഇയാളെ കണ്ട്, അങ്ങനെ ഇയാളോട് പറഞ്ഞ് ഇങ്ങനെ ഇതാണ്. അപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞ്, നീ എനിക്കിഷ്ടമുള്ളൊരു കോപ്പി റൈറ്റർ ഉണ്ട്, കോപ്പി എഴുതുന്ന പിന്നെ സാച്ചിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ 2-3 ഏജൻസികളുടെ പേര് ഒഗിൽവിനെ പറ്റി പറഞ്ഞു. എന്നിട്ട് ഇതൊന്നും എനിക്കറിയില്ല, ഇങ്ങനത്തെ ഒരു ഏജൻസിയെ ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഏജൻസികളെ കേട്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഇയാളെന്താക്കിയെന്ന് വെച്ചാൽ പിന്നെ 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് പോയപ്പോൾ അയാൾ ഒരു 4-5 വിസിറ്റിംഗ് കാർഡ് എടുത്തിട്ട് അതിൻ്റെ ബാക്കിലൊക്കെ പ്ലീസ് ഹെൽപ്പ് ദിസ് മാൻ, നോ പ്ലീസ് റിഫർ. അതെ. അപ്പോൾ പ്ലീസ് കൺസിഡർ, അങ്ങനെ എന്തോ ഒരു സാധനം എഴുതിയിട്ട് മൂപ്പരെ സിഗ്നേച്ചർ ഇട്ടിട്ട് പുള്ളി പറഞ്ഞ് ഒരു പബ്ലിസിസ്റ്റ് എന്ന് പറഞ്ഞ ഏജൻസി ഉണ്ട്, ഭയങ്കര വലുതാ, ഇതൊന്നും എനിക്കറിയില്ല. ഇവിടെ ഒരാളുണ്ട്, ഒരു സായിപ്പുണ്ട്, അയാളെ പോയി കാണുക, ഒരു ബ്രിട്ടീഷുകാരെ. പിന്നെ സാച്ചിയിൽ ഒരു പ്രൊഡക്ഷൻ ഡയറക്ടർ ഉണ്ട്, അയാൾ മലയാളിയാണ്, കണ്ണൂരുള്ള ആളാണ്. അങ്ങനെ ഒരു 4-5 ആൾക്കാരെ പേര് പറഞ്ഞിട്ട് ഇവരെല്ലാം പോയി കാണാൻ പറഞ്ഞു. എല്ലായിടത്തും പോയിട്ട് എൻ്റെ അടുത്ത് പോർട്ട്ഫോളിയോ തന്നെ, എൻ്റെ കുറേ ഇല്ലസ്ട്രേഷൻ, പിന്നെ ആനിമേഷൻ ചെയ്ത വീഡിയോ കാസ്റ്റ്, പിന്നെ കോമിക്സിനൊക്കെ വരച്ച കുറേ സാധനങ്ങൾ. പിന്നെ ഇതൊന്നും ഒരിക്കൽ വേണ്ടോ, ഒരിക്കൽ ഗ്രാഫിക് ഡിസൈൻ കാണണം. അപ്പം ഞാൻ ഗ്രാഫിക് ഡിസൈൻ ആയിട്ട് ഇല്ലസ്ട്രേഷനാണ് ചെയ്തത്. എനിക്ക് ഈ ബിസിനസ്സിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഗ്രാഫിക് ഡിസൈൻ സോഫ്റ്റ്വെയർ ഒക്കെ അറിയാം, എഡോബി അറിയാം, ഫോട്ടോഷോപ്പ് അറിയാം, ഇല്ലസ്ട്രേറ്റർ ഇതെല്ലാം അറിയാം. അപ്പം ഞാൻ ഇതെല്ലാം അറിയാമെന്ന് പറഞ്ഞു. എന്നിട്ടൊന്നും ഇവരെ എടുക്കുന്നില്ല. ഇവർ പറഞ്ഞ് നിനക്ക് ഒരു ബേസിക് ഗ്രാഫിക് ഡിസൈനർ ഒരു പോർട്ട്ഫോളിയോ ഇല്ല, പിന്നെ എക്സ്പീരിയൻസും ഇല്ല, നീ ആകെ കാണിച്ചത് നമുക്ക് ഇല്ലസ്ട്രേഷൻസാണ്, അതുകൊണ്ട് കാര്യമില്ലാന്ന് പറഞ്ഞു. എന്നിട്ട് എല്ലായിടത്തുനിന്നും റിജക്റ്റായി, എല്ലായിടത്തുനിന്നും. അതെ, സാച്ചിന്ന് ഫസ്റ്റ് പോയി 1 മണിക്കൂർ കൊണ്ട് റിജക്റ്റായി. അങ്ങനെ എല്ലായിടത്തും റിജക്റ്റായി. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇനി പണി കിട്ടി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നെല്ലാം വിചാരിച്ചിട്ട് നാട്ടിലേക്ക് തിരിച്ചടിക്കാന്നുള്ള പ്ലാനിൽ നിൽക്കുമ്പോൾ വരുന്ന ഒരാഴ്ച മുന്നേ
വിസ തീരുന്ന ഒരാഴ്ച പിന്നെ ഇയാൾ വിളിച്ചണ്ടേ ഈ സുബൈർ ദുബായില് ആണ് ഇപ്പൊ നിങ്ങളുള്ളത്. അതെ. അപ്പോൾ ഇയാൾ എന്നെ തിരിച്ചു വിളിച്ചിട്ട് ഇയാൾ എന്നോട് പറഞ്ഞ് ഒരു മാത്യു എന്ന് പറഞ്ഞ ആളുണ്ട്. മാത്യു ജേക്കബ്. അപ്പോൾ മാത്യുവിനെ പോയി കാണാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞാൽ അയാൾ നിന്നെ ജോലിക്ക് എടുക്കും, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ അവിടെ നിന്നിട്ട് പണി പഠിക്കുക. അങ്ങനെയാണ് ഞാൻ ഈ അഡ്വർടൈസിങ്ങിൽ എത്തിപ്പെടുന്നത്. അതെ. പിന്നെ വേറെ കാര്യം ചോദിക്കാം, ഇത് എത്രാമത്തെ വയസ്സിലാണ് സംഭവം? ഇത് പിന്നെ ഒരു 27-28 ആ പീരീഡിലാണ്. അത്